മുഖത്തുണ്ടാകുന്ന കുഴികൾ പോർസ് ഓപ്പൺ പോർസ് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ എന്ന് ഇടയ്ക്കായിട്ട് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹോം റെമഡീസ് യൂസ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കുണ്ടാകുന്ന ലാർജ് ഓപ്പൺ പോർസ് അത് വീണ്ടും വലുതാവാതെയും ഒക്കെ ഒരു പരിധിവരെ തടയാനും ഇപ്പോൾ ഉള്ളത് ചെറുതായിട്ടൊന്ന് ചുരുക്കാനും മാത്രമേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കുക. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് ഇന്ന് നമ്മുടെ ഓപ്പൺ പോർസിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എൻ്റെ മുഖത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഓപ്പൺ പോർസ് ഉണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ അതൊന്നും ഹൈഡ് ചെയ്തിട്ടൊന്നുമല്ല കാണിക്കുന്നത്. എനിക്കതിലൊരു ഇൻസെക്യൂരിറ്റിയും തോന്നാറില്ല. എനിക്ക് തോന്നുന്നത് ഞാനിനി ഒരിക്കലും അത് കവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കത്തില്ല എന്നാണ് തോന്നുന്നത്. വൈ ബിക്കോസ് എനിക്കത് ഓക്കെയാണ്. എനിക്കതിലൊരു ഇൻസെക്യൂരിറ്റിയോ ഒന്നും തോന്നിയിട്ടില്ല. അതൊരു വലിയ പ്രോബ്ലമായിട്ടും തോന്നിയിട്ടില്ല. ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് മുഖക്കുരു വരുമായിരുന്നു. ഞാനതിൽ കുറേ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. പിന്നെ മുഖക്കുരു വന്ന് പോകുമ്പോൾ തന്നെ ആ പാടുകളും കുഴികളും ഉണ്ടാവും. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്. സോ അതിൻ്റേതായ പ്രോബ്ലംസ് എനിക്കുണ്ട്. അതിൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ നമുക്കത് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ അത് വലുതാവാതെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് മുൾട്ടാണി മിട്ടി ഒരു അടിപൊളി ഓപ്ഷനാണ്. സോ മുൾട്ടാണി മുട്ടി വെച്ചിട്ടാണ് ഈ ഒരു ഹോം റെമഡി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആദ്യം കുറച്ച് തൈര് എടുക്കുക. തൈര് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ ഹൈഡ്രേറ്റ് ആവാനും നറിഷ് ആവാനും നമുക്ക് ഈ ഒരു ഡേർട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇമ്പ്യൂരിറ്റീസും ഡേർട്സും നമ്മുടെ സ്കിന്നിനകത്ത് പോയിട്ട് പറ്റി പിടിച്ചിരിക്കില്ലേ, അതൊക്കെ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇപ്പം ഈ ഒരു തൈരിലാണെങ്കിൽ കുറച്ച് സ്ലിപ്പറിയാണ്. അപ്പോൾ നമുക്ക് അഴുക്കൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പാലും അതുപോലെ നമുക്ക് യൂസ് ആക്കാം. സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇനി തൈര് പറ്റാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. എന്ത് ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ തൈരിൻ്റെ ഒപ്പം ഞാനിവിടെ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡാബറിൻ്റെ തേനാണ്. പതഞ്ജലിയുടേത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, മേടിക്കാനായിട്ട് പറ്റുന്നത്, കയ്യിലുള്ളത്, അത് നിങ്ങൾ യൂസ് ആക്കുക. ഞാൻ ഈ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുത്ത് 2 പമ്പെന്തോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും മതി. ഇനി അടുത്തതായിട്ട് മുൾട്ടാണി മിട്ടി, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ പോർസിൻ്റെ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ മുൾട്ടാണി മിട്ടി ഒന്ന് മേടിച്ച് വെക്കുക. അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പാക്കായിട്ട് യൂസ് ആക്കാം. ഒരുപാട് ആക്റ്റീവ് ആക്നെ ഉണ്ട്, നമ്മൾ തൈര് യൂസ് ആക്കുമ്പോൾ ചെറിയ മുഖക്കുരു പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അലോവേര ജെല്ലോ റോസ് വാട്ടറോ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ് കേട്ടോ തൈര് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആൻഡ് ഓയിലി സ്കിന്നാണ്, ഒട്ടും പറ്റത്തില്ല എന്നാണെങ്കിൽ റോസ് വാട്ടറോ പച്ചവെള്ളമോ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നത് യൂസ് ചെയ്താൽ മതി. കടലമാവ് നിങ്ങൾക്ക് യൂസ് ആക്കാം. പക്ഷേ ഓപ്പൺ പോർസ് മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മുൾട്ടാണി മിട്ടിയാണ്. സോ മുൾട്ടാണി മിട്ടി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ബ്ലർ എഫക്റ്റ് ഒക്കെ തരും. നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ആ ഓപ്പൺ പോർസിൻ്റെ ഇടയിലൊക്കെ ഇത് പറ്റി പിടിച്ചിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഏതൊരു പാക്കായാലും ഈ ഒരു ഓയിലി സ്കിൻ ഓപ്പൺ പോർസ് വലുതായിട്ടുള്ളവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് ഏതൊരു പാക്ക് ഇട്ടാലും ആ കുഴിക്കകത്ത് പോയി പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണയുള്ളവർ കഴുകുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യുക. സോ നമ്മുടെ ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് എടുത്ത് നമ്മൾ യൂസ് ആക്കിയാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഒരു അല്പം മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ധാത്രിയുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ആക്കാം. മഞ്ഞൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ആക്കാം. സ്കിൻ ബ്രൈറ്റ് ആവാനും എനിക്ക് മഞ്ഞൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു യെല്ലോ ടിൻറ്റ് ഫേസിൽ വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നന്നായിട്ട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. സ്കിൻ ഹീൽ ആവാനും റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ആവാനും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ മഞ്ഞൾ യൂസ് ആക്കുന്നവരാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. മിക്സ് ചെയ്തപ്പം കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ആകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ തൈരില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവസാനമായിട്ട് ചേർത്ത 2 എണ്ണം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ ആ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പാക്ക് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആണ്.
അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷണലായിട്ടുള്ള ആ 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും നമ്മൾ ഉപയോഗിക്കുകയില്ലേ, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും കൂടെ നമുക്ക് കിട്ടിക്കോട്ടെ, അങ്ങനെയാണ് കരുതുന്നത് ഞാൻ പലപ്പോഴും. നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ആക്കാനും നമ്മുടെ ഈ ഒരു ഓയിലിനെസ് ഒക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും സ്കിൻ ഫ്രഷ് ആയിട്ട് എപ്പോഴും തോന്നിക്കാനും ഒക്കെ സഹായിക്കും. ഓയിലി സ്കിൻ ആകുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ആകുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് അത് മനസ്സിലായിട്ടുള്ളത്. സ്കൂൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് +2 കോളേജിൻ്റെ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഈ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും മുഖം മുഴുവനും ഭയങ്കര ഓയിലി ആയിരിക്കും. പക്ഷെ ഒരു നല്ല ഗ്ലോ ഉണ്ടായിരിക്കും കേട്ടോ, പക്ഷെ നല്ല രീതിയിൽ ഓയിലി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡള്ളായിട്ടുള്ള ഒരു ഫേസ് ഉണ്ടാവും. പക്ഷെ പലർക്കും ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർക്കൊരു മാറ്റ് ലുക്കായിരിക്കും. അപ്പോൾ അവർ വന്നതുപോലെ തന്നെ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴും ഉണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണമില്ല. അപ്പോൾ ഡ്രൈ സ്കിൻകാർക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. അവർ രാവിലെ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ അവർ തിരിച്ചും പോകും. പക്ഷേ എൻ്റെ ഒരു സ്കിന്നൊക്കെ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങി ആ ഓയിലൊക്കെ കളഞ്ഞ് കുളിച്ചൊക്കെ പോയിട്ട് അവിടെ പോകുമ്പം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ഓയിലായിട്ട് അങ്ങനെയൊക്കെ. നമ്മുടെ ഫേസ് നമ്മൾ കാണുന്നില്ലല്ലോ, അത് കാരണം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ഫേസിലൊരു ഡൾനെസ് ആ ഒരു ടൈം ഉണ്ടാവും. പക്ഷേ ഈ ഡ്രൈ സ്കിൻകാരായ കുട്ടികൾക്ക് അവർ വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴും അവരെങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ഉണ്ടാവും. കവളിലൊക്കെ ഈവൻ പൗഡർ ഇട്ട് വരികയാണെങ്കിൽ ആ പൗഡർ വരെ അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. എനിക്കത് ചിലപ്പോൾ എനിക്ക് അവരോട് അസൂയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഓയിലി സ്കിന്നിന് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്നേഹിച്ചു തുടങ്ങി. ബിക്കോസ് എനിക്കിപ്പോൾ നന്നായിട്ട് സ്കിന്നിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് അറിയാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആയാലും സ്കിൻ കെയർ ആയാലും എല്ലാം ഞാനത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇപ്പം എനിക്ക് മുഖക്കുരു വരാത്തത്. കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ മുഖക്കുരു വരാണ്ടായിട്ട്. സോ അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് മുന്നേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും മുഖക്കുരു ഉണ്ടെങ്കിൽ ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ഞാൻ മാറ്റിയത്, അല്ലാതെ വേറെ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കൊച്ചിലൊക്കെ ഞാൻ ഈ ഒരു ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഒന്നും അങ്ങോട്ട് വർക്കായില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റേതായ രീതിക്ക് തന്നെയാണ് കുറേ ട്രയൽ ആൻഡ് എറേഴ്സിലൂടെ തന്നെയാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കും കഥ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു യെല്ലോ ടിൻ്റൊക്കെ വന്നില്ലേ, ഇത് നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ മുൾട്ടാണി മുട്ടിയുടെ കളർ മാത്രമേ നമ്മുടെ ഒരു ഫേസ് പാക്കിന് ഉണ്ടാവുള്ളൂ. സ്കിന്നിൽ ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുക. 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി, പെട്ടെന്ന് ഡ്രൈ ആകും. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്യാം. സാധാരണ വെള്ളത്തിൽ കഴുകുന്നതിനേക്കാളും നല്ലത് ഐസ് വാട്ടറിൽ കഴുകുന്നതാണ്. തണുത്ത വെള്ളത്തിൽ കഴുകുക. അപ്പം ആ ഒരു പോർസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് ഷ്രിങ്ക് ആവും. അത് കണ്ടിന്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരു 4-5 ദിവസം പറ്റുന്ന മാക്സിമം ടൈമും യൂസ് ആക്കുക. ടെമ്പററി ആയിട്ടുള്ളൊരു സൊല്യൂഷനാണിത്. ഇത് നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. പക്ഷെ കംപ്ലീറ്റ്ലി അത് പോയിട്ട് വേറൊരാളുടെ സ്കിൻ അതൊന്നും എനിക്ക് കിട്ടില്ല. അത് നമ്മൾ ആ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അത്രയും വിലപിടിപ്പുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണം. അതെടുത്ത പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർക്കൊന്നും അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അതൊരു വലിയ കൺസേൺ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി അത് കംപ്ലീറ്റ്ലി മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിനെപ്പറ്റി അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങളതിനെപ്പറ്റി കൂടുതലായിട്ടും എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു കൊടുക്കുക. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹോം റെമഡീസാണ് ചെയ്യാനായിട്ട് ഇഷ്ടം. അത് തന്നെയാണ് എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നതായിട്ടും സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടിയ സമയത്തൊക്കെ എൻ്റെ മെയിൻ പർപ്പസേ കുറേ സ്കിൻ കെയർ റുട്ടീൻസ് ചെയ്യുന്ന 10 സ്റ്റെപ്പ് 11 സ്റ്റെപ്പൊക്കെ ചെയ്യേണ്ട ഒരു വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ഓരോന്ന് വാങ്ങലായിരുന്നു എൻ്റെ പ്രധാന പരിപാടി. പക്ഷേ എനിക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എനിക്ക് അങ്ങനെ വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ നമ്മുടെ കയ്യിലുള്ള കാശ് കളയുന്നത്? അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ ചാനൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഹോം റെമഡീസ് മാത്രം ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. ഞാനും അത് തന്നെയാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ എനിക്കിത് തന്നെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിയിട്ട് കാര്യവും ഇല്ലല്ലോ. പിന്നെ ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട്. 1-2 ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നല്ല ബ്രാൻഡിൻ്റെത് യൂസ് ആക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ വീഡിയോയുടെ അവസാനത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കുക, വിശ്വസിക്കുക. നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.